അതൊക്കെ കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഇന്ന് ഇന്ത്യയുടെ യാഥാർത്ഥ്യം ഞാനും നിങ്ങളും എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ഇന്ത്യയിൽ സംഘപരിവാറിനെ സംബന്ധിച്ചും ഉന്മൂലനം ചെയ്യേണ്ടത് അന്ന് ആദ്യം ലിസ്റ്റിട്ടിരിക്കുന്നത് മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയെയോ അല്ലെങ്കിൽ മിഷണറിമാരെയോ മാർസിസ്റ്റുകാരനെയോ ഒന്നുമല്ല. നമ്മൾ എപ്പോഴും എൻ്റെ ഈ വാക്കുകൾ ഈ ഗ്രൂപ്പിലുള്ള നമ്മുടെ സഹോദരങ്ങൾ എങ്കിലും സശ്രദ്ധം കേൾക്കണം എന്ന് അഭ്യർത്ഥിക്കുക. നിങ്ങൾക്ക് സമയമില്ല, നമ്മളെല്ലാവരും തിരക്കിലാണെങ്കിലും നമ്മൾ വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സംഘപരിവാർ അജണ്ട ഇന്ത്യയിൽ നടപ്പാക്കാൻ ഏറ്റവും വിഘാതമായി സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുതൽ ഇന്ന് വരെ നിൽക്കുന്നത് ഒരു കൂട്ടർ മാത്രമാണ്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നെഹ്റുവിന്റെ ലീഗസിയുള്ള, ഇന്ദിരായുടെ ലീഗസിയുള്ള, രാജീവിന്റെ ലീഗസിയുള്ള ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയിലെത്തി നിൽക്കുന്ന ആ ഒരു വിഭാഗമാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് അവർ പറയുന്നു എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് ഇല്ലാതായ ബാക്കി ആരെ വേണമെങ്കിലും അവർക്ക് വിലക്കെടുക്കുക. ഈ ചെറുത്തുനിപ്പ് കൂടി ഇല്ലാതായാൽ അവർ സ്വതന്ത്രമായി. പിന്നെ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ പിന്നെ മിഷണറി എന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. മാർസിസ്റ്റൊക്കെ പണ്ടേ ഇവർ അടിമകളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പലരും ഈ ചരിത്രവും ഈ വലിയ ഭൂകമ്പമൊക്കെ പ്രസംഗിക്കാൻ കഴിയും. പക്ഷെ ഇന്ത്യയുടെ ഇന്നിന്റെ യാഥാർത്ഥ്യം ആര് തിരിച്ചറിയുന്നു? ഇന്ത്യയുടെ ഇന്നിന്റെ യാഥാർത്ഥ്യം എന്ന് ഞാൻ പറയുന്നത്, ഇന്നിന്റെ യാഥാർത്ഥ്യം രാഹുൽ ഉൾപ്പെടുന്ന കോൺഗ്രസിനെ അടിച്ചമർത്തി തീർത്തെടുക്കുക എന്നുള്ളതാണ്. അത് ഇന്നും ഇന്നലെയും സംഘപരിവാർ തുടങ്ങിയല്ല, സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഉള്ള ഹിന്ദു ഐക്യവേദികൾ തുടങ്ങിയിട്ടുള്ള വലിയ വിചാരധാരയും സംഗതികളൊക്കെ ആയിട്ട് സംഘപരിവാരങ്ങൾ തുടങ്ങിയതാണ്. BJP അതിന്റെ ഒരു രൂപമായിട്ട് പിന്നെ ഒരു പൊളിറ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിട്ട് പിന്നെ വന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊക്കെ കേട്ട് ആവേശം കൊള്ളാം, പക്ഷേ യാഥാർത്ഥ്യം എന്നല്ല. യാഥാർത്ഥ്യം BJPക്ക് എന്താണോ വിഘാതമായി നിൽക്കുന്നത്, ഇത്രയും ഓരോരുത്തർ പറയുന്നില്ലേ, ഇത്രയും പരാജയം ഉണ്ടായിട്ട് ഇനിയും ഞാൻ പോരാടുകയാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. എന്തിനു വേണ്ടിയിട്ട് അയാളുടെ വീട്ടിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ? അയാൾക്ക് മക്കളുണ്ടോ? അല്ലെങ്കിൽ അയാൾക്ക് വല്ലതും സമ്പാദിക്കാനാണോ? അവർക്ക് വല്ലതും കാര്യമുണ്ടോ? അവർ നിൽക്കുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന്, പാവപ്പെട്ടവന്റെ, ന്യൂനപക്ഷങ്ങളുടെ, എല്ലാവരുടെയും, അധസ്ഥിതന്റെ, അവഗണിക്കപ്പെട്ടവന്റെ, പിന്നെ മുന്നോക്കക്കാരനായ പണക്കാരനും പാവപ്പെട്ടവനും എല്ലാവരും സമത്വസുന്ദരമായിട്ട് കഴിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവരുടെ നിലപാട്. അതിനകത്ത് എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും എല്ലാവരെയും അവർ സമത്വത്തോടെ കാണുന്നു. അതിന് വിഘാതമായി നിൽക്കുന്ന കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും തൂത്തെറിയുക, ഈ ഒരു ആശയധാരയല്ല BJPയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സംഘപരിവാറിനെ സംബന്ധിച്ചുള്ള അവരെ സംബന്ധിച്ചുള്ളത്. ഏത് വിധേനയും വിഭാഗീയത കൊണ്ടുവരിക, വിഭജനം കൊണ്ടുവരിക, എന്നിട്ട് അതിൽ നിന്ന് മുതലെടുക്കുക. ആദ്യം ഒരു കൂട്ടരെ പിടിക്കുക, അടുത്ത കൂട്ടരെ പിടിക്കുക, അടുത്ത കൂട്ടരെ പിടിക്കുക, എന്നിട്ട് എല്ലാത്തിനെയും അവരവരുടെ ഈ കാലാകാലങ്ങളിൽ അറുത്തു മാറ്റുക. അതല്ല കോൺഗ്രസ്. കൂട്ടിക്കെട്ടലുകളാണ് കോൺഗ്രസിന്റെ അന്നും ഇന്നും ഉള്ള നയം. അതാണ് BJPയെയും സംഘപരിവാറിനെ ഏറ്റവും അസ്വസ്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത്. അല്ലാതെ പിന്നെ മുസ്ലിം മുക്ത ഭാരതം എന്ന് അവർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ക്രിസ്ത്യാനി മുക്ത ഭാരതം എന്ന് അവർ പറയുന്നത് ആരെങ്കിലും കേട്ടോ? സിഖ് മുക്ത ഭാരതം എന്ന് അവർ പറയുന്നത് കേട്ടോ? അതല്ല പിന്നെ മാർക്സിസ്റ്റ് മുക്ത ഭാരതം എന്ന് അവർ പറയുന്നത് കേട്ടോ? ഇതൊന്നും പറയുന്നത് അവരുടെ ഒന്നാമത്തെ ഇപ്പം പ്രധാനപ്പെട്ട അവരുടെ കറണ്ട് അജണ്ട കാലങ്ങളായിട്ടേ ഉള്ളത്, കറണ്ട് അജണ്ടയായിട്ട് നിലനിൽക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ്. അവരുടെ ആശയം നടപ്പാക്കാൻ ആരാണോ അതിന്റെ പ്രധാന എതിരാളിയായി അവർ അന്നും ഇന്നും ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് കോൺഗ്രസിനെയാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ കരങ്ങൾക്ക് ശക്തി കൊടുക്കാതെ, കോൺഗ്രസിനെ ഒരു വോട്ടേ ഉള്ളെങ്കിലും ആ ഒരു വോട്ടെങ്കിലും ചെയ്തു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു വോട്ട് ചെയ്യാൻ ഞാൻ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാൻ, തോറ്റാലും ജയിച്ചാലും കാണിക്കാൻ, ഇന്ത്യയുടെ ഏത് കോണിൽ നിന്നും മതേതര വിശ്വാസികൾ, മതേതര വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നവർ, രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവർ ഉറപ്പോടെ നിൽക്കേണ്ട കാലഘട്ടമാണ്. കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണി, ഇന്ത്യ മുന്നണി, കേരളത്തിൽ UDF മുന്നണിക്ക് നമ്മൾ അതിശക്തമായ പിന്തുണ കൊടുത്ത് മുന്നോട്ട് പോകണം. അതല്ലെന്നുണ്ടെങ്കിൽ കാലം കഴിഞ്ഞിട്ട് വിലപിച്ചിട്ട് മാർക്സിസ്റ്റ് ആയിരുന്നേ, അല്ലെങ്കിൽ മുസ്ലിം ആയിരുന്നേ, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിരുന്നേ ടാർഗറ്റ് ചെയ്തെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ടാർഗറ്റിംഗ് എല്ലാം വരുന്നത് കോൺഗ്രസ് എന്ന കവചം ഇല്ലാതാകുമ്പോഴാണ്. കോൺഗ്രസ് എന്ന കവചം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം, അവർക്ക് ഒന്ന് ശ്വാസം വിടാനെങ്കിലും കഴിയുന്നിടത്തോളം കാലം ആ ചെറുത്തുനിൽപ്പ് നന്മയ്ക്ക് വേണ്ടി ഉണ്ടാകും. അതുകൊണ്ട് അവർക്ക് ശ്വാസവും ഊർജ്ജവും കൊടുക്കാൻ വോട്ടും പ്രവർത്തനവുമായിട്ട് തെരഞ്ഞെടുപ്പിലും അല്ലാതെ നമ്മളെല്ലാം ഒരു മനസ്സോടെ ഒറ്റക്കെട്ടോടെ നിൽക്കണം. അതാണ് രാജ്യം ഇന്ന് ആവശ്യപ്പെടുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ, ഇത് ചിലപ്പോൾ നീണ്ടുപോയെങ്കിലും ഇത് കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.